നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻ്റർഫറൻസിൻ്റെ വേവ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മൾ രണ്ട് വേവ്സ് മീറ്റ് ചെയ്യുന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മാത്തമെറ്റിക്കൽ സ്റ്റെപ്സാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇത് പഠിച്ചതാണ്. രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ കസ്റ്റഡിയിൽ രണ്ട് വേവ്സ് ഉണ്ടാവുമല്ലോ. ആദ്യത്തെ വേവ് ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. y1 = a cos ഒമേഗ ടി എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. എ സൈൻ ഒമേഗ ടി, എ കോസ് ഒമേഗ ടി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വേവിൻ്റെ റെപ്രസെൻറ്റേഷനാണിത്. രണ്ടാമത്തെ വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ y2 = a കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി ഈ രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം എന്നുള്ള അസംഷനിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുക. y1 + y2 എന്നാണ്. അപ്പോൾ എ കോസ് ഒമേഗ ടി പ്ലസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. ഓക്കെ, ഇനി y = ശ്രദ്ധിക്കണം, രണ്ടിൽ എ കോമൺ എടുക്കാം, ബാക്കി ബ്രാക്കറ്റിലുള്ളത് ബാക്കി പറയും. ആദ്യം ഞാൻ ഇത് എഴുതാം. കോസ് ഒമേഗ ടി പ്ലസ് 5 പ്ലസ് ബാക്കി കോസ് ഒമേഗ ടി എന്ന് വരും. ആണല്ലോ. ഇനി നമുക്ക് അറിയാമെന്നുള്ളൊരു ഇക്വേഷൻ ഞാൻ പറയാം. മാത്സിനകത്ത് പഠിച്ചവരാണ് കൂടുതലും, മാത്സ് ഇല്ലാത്തവർ പഠിച്ചു കാണത്തില്ല. അവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കോസ് എ പ്ലസ് കോസ് ബി ഫോമിലാണ് ഇവിടെ ഇരിക്കുന്നത്. ആണോ? ഇതിനൊരു ആൻസർ ഉണ്ട്. കോസ് എ പ്ലസ് കോസ് ബി ഫോമിലാണ് ഇവിടെ ഇരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഇത്രയാണ്, ബി എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. ഇതെന്ന് പറയുന്നത് 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്നാണ് നിങ്ങളെ മാത്സിൽ സാറ് പഠിപ്പിച്ച ഇക്വേഷൻ. ആണല്ലോ. എന്താണ് കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറഞ്ഞാൽ 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്നാണ് ഫോം. അപ്പോൾ ആ ഫോമിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. y = a അതുപോലെ എഴുതി. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം എക്ക് പകരം ഇതാണ്, ബിക്ക് പകരം ഇതാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയും 2 കോസ് എക്ക് പകരമുള്ള സാധനം ഒമേഗ ടി പ്ലസ് 5 എന്നാണ്, പ്ലസ് ബിക്ക് പകരമുള്ള സാധനം ഒമേഗ ടി എന്നാണ്, ഡിവൈഡഡ് ബൈ 2. അടുത്ത കോസ് അടുത്ത എ മൈനസ് ബി ബൈ 2 എന്നാണ്. എക്ക് പകരം ഇതാണ് ഒമേഗ ടി പ്ലസ് 5 മൈനസ് ബിക്ക് പകരം ഒമേഗ ടി എന്നാണ്, ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഓക്കെ, ഇനി ബാക്കി ഇത് രണ്ടും ക്യാൻസൽ ആവും, നമുക്കറിയാം. ഇനി ബാക്കി y = a അതുപോലെ എഴുതി. ബാക്കി 2 കോസ് പെട്ടെന്ന് പറയണം, ഇത് 2 ഒമേഗ ടി പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2. അടുത്ത കോസ് ബാക്കി 5/2 എന്നാണ്. ഒരു പ്രയാസവും തോന്നിയില്ല. ഇനി ഞാൻ ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം, രണ്ട് ടേമിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ y = a ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 കോസ് പറയണം. 2 ഒമേഗ ടി ബൈ 2 എന്ന് പറഞ്ഞാൽ ഒമേഗ ടി അടുത്ത് പ്ലസ് 5/2 എന്ന് എഴുതാം, പ്ലസ് 5/2. ബുദ്ധിമുട്ടില്ലല്ലോ. ബാക്കി അവിടെ കോസ് 5/2 എന്ന് എഴുതി. ഓക്കെ, കോസ് 5/2. ഇനി ഞാൻ ബ്രാക്കറ്റ് അങ്ങ് മാറ്റാം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. y = 2a കോസ് 5/2 കോസ് ഒമേഗ ടി പ്ലസ് 5/2 എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഇപ്പോൾ റൗണ്ട് ചെയ്യുന്ന ഇത്രയും സംഗതി ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പം നമ്മൾ രണ്ട് വേവ്സിൻ്റെ ഇക്വേഷൻ എഴുതി, രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴുള്ള വേവിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ കിട്ടുന്ന ആ വേവിൻ്റെ, വേവും കൂടെ മിക്സ് ആകുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഹിയർ? സോ ആംപ്ലിറ്റ്യൂഡ് ഇതുപോലത്തെ മോഡലിൽ നിങ്ങൾ +1 പഠിച്ചതാണ്. ആംപ്ലിറ്റ്യൂഡ് = 2a കോസ് 5/2 എന്നാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഇതാണെങ്കിൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി എങ്ങനെ കാണും? ഇൻറ്റൻസിറ്റി കാണാൻ ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പം ഞാൻ ഇൻറ്റൻസിറ്റി എത്ര വരും? ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ 4a² കോസ് സ്ക്വയർ 5/2 എന്ന് വരും. ആണല്ലോ. അപ്പോൾ ഇതാണ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എന്നാണ്, ഞാനിവിടെ ഈക്വൽ ടു അങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. സോ ഇപ്പോൾ രണ്ട് വേവ്സ് മിക്സ് ആയപ്പോൾ ഉള്ള റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അറിയാമെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കാണാൻ ഇതിൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ആണല്ലോ, ഇത്രയും ഓക്കെ. ഇതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഒറ്റ വേവ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് a ആണ്. ആ സമയത്തുള്ള ഇൻറ്റൻസിറ്റിയെ ഞാൻ I0 എന്ന് വിളിച്ചു. ആണല്ലോ.
ഇനി അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി I0 എന്ന് പറയുന്നത് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എന്നാണ് എ സ്ക്വയർ. ഞാൻ ഈക്വൽ ടു എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ I0 പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്നുള്ളതിന് പകരം എനിക്ക് I0 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയായി? ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഫോർ എ സ്ക്വയറിന് പകരം I0 ഇടാം. I0 cos സ്ക്വയർ 5/2 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഞാൻ ഇനി ലൈറ്റ് ഇൻറ്റൻസിറ്റി കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ രണ്ട് വേവ്സ് ഇൻ്റർഫിയർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇൻറ്റൻസിറ്റി ആണുള്ള ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിൽ ഫൈയുടെ വാല്യൂ 0യോ ±2πയോ അല്ലെങ്കിൽ ±4π എക്സെട്ര ആണ് വരുന്നതെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും നടക്കുന്നത്. ഇനി ഈ ഇക്വേഷനിൽ ഫൈയുടെ വാല്യൂ π 3π ± ആണ് കേട്ടോ. അടുത്ത 5π അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കിവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ പറ. ഫൈയുടെ വാല്യൂ എത്രയായിരിക്കും? π എന്നോ 3π എന്നോ 5π എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ രണ്ട് വേവ്സ് വന്നു, ഒരു സ്ഥലത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സർഫസിൽ വന്ന് ഇൻ്റർഫറൻസ് നടത്തി. അപ്പോൾ ഇൻ്റർഫറൻസ് നടന്നപ്പോഴത്തേക്കുണ്ടായ ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ ആൻസറാണ് 4I0 cos സ്ക്വയർ 5/2. ഇനി കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ ഫൈയുടെ വാല്യൂ ഇതെല്ലാം ആയിരിക്കും. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് നടക്കുന്നതെങ്കിൽ ഫൈയുടെ വാല്യൂ ഇതായിരിക്കും. ഇത്രയും നമുക്ക് ഓർത്തിരിക്കുക എന്നുള്ളേ ഉള്ളൂ. ഇനി നമ്മുടെ ഇവിടുത്തെ കേസിൽ രണ്ട് വേവ്സും എന്താണ്? രണ്ട് സോഴ്സുകളും കൊഹറൻ്റ് ആണ്. അപ്പോൾ രണ്ട് സോഴ്സും കൊഹറൻ്റ് അല്ല എന്നിരിക്കട്ടെ. കൊഹറൻ്റ് അല്ല എങ്കിൽ നമുക്ക് ഇൻറ്റൻസിറ്റി കാണാൻ ഇതാണ് ഇക്വേഷൻ. രണ്ട് സോഴ്സുകളും കൊഹറൻ്റ് അല്ല എങ്കിൽ ഇൻറ്റൻസിറ്റി കാണാൻ ഈ ആൻസറിൻ്റെ ആവറേജ് വാല്യൂ എടുക്കണം. 4I0 cos സ്ക്വയർ 5/2ൻ്റെ ആവറേജ് എടുക്കണം. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 4I0 ഒക്കെ വെളിയിലെടുത്തു, ആവറേജ് ഓഫ് കോസ് സ്ക്വയർ 5/2 എടുക്കണം. ഓക്കെ, നമ്മൾ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ കോസ് സ്ക്വയറിൻ്റെ ആവറേജ് വാല്യൂ ഹാഫ് എന്ന് പഠിപ്പിച്ചാണ് ഞാൻ. അപ്പോൾ I ഈസ് ഈക്വൽ ടു 4I0 ഇൻറ്റു ഇതിൻ്റെ ആൻസർ ഹാഫ് എന്നാണ്. അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 2I0 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് കിട്ടിയത്? രണ്ട് സോഴ്സുകളും കൊഹറൻ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 2I0 എന്നാണ്. ഒരു വേവ് മാത്രം വന്നപ്പോഴത്തേക്കുള്ള ഇൻറ്റൻസിറ്റി എത്രയായിരുന്നു? I0 ആണ്. അപ്പോൾ ഇവിടെ രണ്ട് വേവ്സും കൊഹറൻ്റ് അല്ല എങ്കിൽ 2I0 ആണ് ഇൻറ്റൻസിറ്റി എന്ന് കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റീസ് ജസ്റ്റ് ആഡപ്പ് ആണ് അവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ രണ്ട് കൊഹറൻ്റ് അല്ലാത്ത സോഴ്സുകളാണ് ഇരിക്കുന്നതെങ്കിൽ രണ്ടും കൂടെ ഒന്ന് മിക്സ് ആവുന്ന സമയത്ത് അവിടുത്തെ ടോട്ടൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റികളുടെ സമ്മാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേവ് അനാലിസിസിൽ പറയേണ്ടത്. വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാ സ്റ്റെപ്പുകളും ഒന്നുകൂടെ പറയാണ്. സോ ലിസൺ പ്രോപ്പർലി. Listen. So we have two waves. The first wave can be represented as y1 is equal to a cos omega t. Second wave can be written as y2 is equal to a cos omega t plus phi. Okay. These two interfere. The resultant wave can be obtained as y is equal to y1 plus y2. So this plus this. So a cos omega t plus a cos omega t plus phi. No problem. Then what is the next one? Say a common balance inside. I am writing this one first. So cos omega t plus phi plus cos omega t. No problem. Then see cos a plus cos b form. Am I right? Cos a plus cos b is 2 cos a plus b by 2 cos a minus b by 2 എന്നാണ് ആണല്ലോ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എക്ക് പകരം ഇതും ബിക്ക് പകരം ഇതുമാണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു പറഞ്ഞു എ അതുപോലെ എഴുതി, ബാക്കി ബ്രാക്കറ്റിനകത്ത് 2 cos ബാക്കി പറയും a പ്ലസ് ബി ബൈ 2. എ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2. ബാക്കി കോസ് എ ഒമേഗ ടി പ്ലസ് 5 മൈനസ് ഒമേഗ ടി ബൈ 2. പ്രയാസപ്പെടാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് രണ്ടും ക്യാൻസൽ ആവും. ഇനി ബാക്കി y ഈസ് ഈക്വൽ ടു എ അതുപോലെ എഴുതി 2 cos ബാക്കി പറയണം 2 ഒമേഗ ടി പ്ലസ് 5 ബൈ 2 ദെൻ കോസ് 5 ബൈ 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇത് രണ്ട് ടേംസ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി? y ഈസ് ഈക്വൽ ടു എ
then 2 cos എന്ത് വരും 2 omega t by 2 omega t എന്ന് വരും പ്ലസ് 5 by 2 എന്നായി. then cos 5 by 2 എന്നായി. ഓക്കെ, ഇനി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ്. y ഈസ് ഈക്വൽ ടു പറയൂ 2a, then ഇതിനെടുത്താദ്യം എഴുതുക cos 5 by 2, then next cos omega t plus 5 by 2, omega t plus 5 by 2. Okay, this is the equation of the resultant wave. Am I right? Then see, this is what? Amplitude of this wave. Two waves are interfering. See, the resultant wave can be represented like this. See, the total, the amplitude, net amplitude will be what? So, amplitude is equal to 2a cos 5 by 2. If you know the amplitude, how can you calculate the intensity? So, intensity produced. So, intensity is proportional to amplitude square. Okay. So what is the intensity produced? Say, so intensity is equal to, I am writing equal. Say, amplitude square. What is the square of this? 4a square cos square 5 by 2. Okay. This is a intensity due to the superposition of the two waves. Two waves are mixing. Say, two light waves are mixing. What is the resultant intensity there? The resultant intensity is equal to 4a square cos square 5 by 2. Then you know the stories. See, if only one wave is coming, see, its amplitude is A, the light intensity will be I0. Then we write intensity proportional to amplitude square. Okay, so intensity is proportional to amplitude square. So using that, one can write I0 is proportional to what? I0 is proportional to what? A square. Okay, then see, shall I write a square as I0? A square ne I0 ആയിട്ട് എടുത്തോളാം. അപ്പോൾ a square നെ I0 ആയിട്ട് എടുത്താൽ intensity is equal to 4 a square നെ I0 എടുത്താൽ cos square 5 by 2. Okay, so this is the equation to calculate the total intensity. Total intensity is equal to 4I0 cos square 5 by 2. If phi is equal to 0, 2 pi, 4 pi, etc., constructive interference takes place and the point will be bright. Then if phi is equal to pi, 3 pi, 5 pi, etc., destructive interference takes place. Okay, the point will be dark. Okay, so ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? So in our case, the sources are coherent. If the sources are not coherent, the intensity can be calculated as average of this. So 4I0 cos square 5 by 2 average value. Okay, then intensity is equal to 4I0 taken out, then average of cos square 5 by 2. Am I right? Then average of cos square, you know, in AC we have studied, so it is half. So intensity is equal to 4I0 into half. Okay, see, I is equal to 2I0. It is a result. Okay, so intensity is equal to I0. See, I have two waves. See, the sources are not coherent. See, the intensity due to the first one is I0, second is I0. If I add these two, I will get 2I0. Okay, so the final result indicates that, see, if the sources are not coherent, the total intensity produced due to the superposition is a sum of intensities. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ്സ് സ്ട്രെസ് ചെയ്ത് ഞാൻ പറയാം. See, when two waves superimpose, which equation will you use to calculate the total intensity? So total intensity is equal to 4I0 cos square 5 by 2. Then what are the values of phi to get constructive interference? 0, 2 pi, 4 pi, etc. What are the values of phi to get destructive interference? Phi should be pi, 3 pi, 5 pi, etc. Okay, then if the sources are not coherent, see, how will you calculate the total intensity? Total intensity is a sum of intensities. Is it clear? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ.